ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. രാവിലെ എണീറ്റ് വേറൊരു പണിയുമില്ലാതെ ഒരാൾ ഫോണും നോക്കി ഇരിപ്പുണ്ട്. പണിയൊന്നും ഇല്ലാത്തോണ്ടല്ല, എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അപ്പൊ ഫോണും നോക്കിയിരുന്ന കുറച്ച് സമാധാനം കിട്ടും. കുറച്ചു നേരം സമാധാനം കിട്ടിയിട്ട് എന്റെ പണികളിലേക്ക് കടക്കാമെന്ന് അവിടെ നിന്ന് സമാധാനിച്ചോടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു സൺഡേ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അടുപ്പത്ത് പരിപ്പിരുന്ന് വേവുകയാണ്. പരിപ്പ് ഫോർ സാമ്പാർ. ടുഡേയ്സ് സാമ്പാർ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ്. വെജിറ്റബിൾസ് ഇന്നലെ ലുലുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ക്ലീനിങ് ആൻഡ് കട്ടിങ് എൻ്റെ ജോലിയാണ്. ഇനി ഞാൻ നേരെ ടെറസിൻ്റെ മണ്ടേ പോകാൻ പോവാണ്. നട്ടുച്ചയ്ക്ക് വെയിലുള്ള നട്ടുച്ചയോ? മണി 9 ആയതേ ഉള്ളൂ, 9:30. അപ്പം ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ്, ഞാനും ബേബിയും കൂടെ പോയി കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് വരാം. തക്കാളി വെള്ളം പോയി ഞാൻ നിന്നായിരുന്നു. ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് കേട്ടോ. കാജലിന് ഇഷ്ടപ്പെട്ട വെജിറ്റബിളാണ് വഴുതനങ്ങ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മത്തൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് വെജിറ്റബിൾ. പക്ഷെ എനിക്കിത് ഈ സാധനം സാമ്പാറിലിടുന്ന എനിക്കിഷ്ടമല്ല. തോരൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പല നാട്ടിലും പല പേരാണ്. ഞങ്ങളെ കൊല്ലത്ത് ഇതിന് അമരയ്ക്ക എന്ന് പറയും. ദിസ് ഓൺ ബീൻസ് എനിക്ക് എങ്ങനെ തന്നാലും ഇഷ്ടമല്ല. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ സ്ഥിരം വിഭവമായിപ്പോയി. ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കാജലിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. എൻ്റെ മോന്ത കണ്ട കായനെ ഞാൻ ഈ വെജിറ്റബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കട്ടിങ് സ്കിൽസ് കാണിച്ചു കൊടുക്കുന്നത്. സാമ്പാർ അരിയുന്നത് അത്ര വിശദമായിട്ട് കാണാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാമ്പാർ അരിക്കുന്ന കൂട്ടത്തിൽ പോലെ തന്നെയാണ് നന്ദോന്നും സാമ്പാർ അരിയുന്നത്. നമുക്ക് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് ഇവിടെ തലകുത്തി നിന്ന് മാവിളക്കുന്ന വീഡിയോ ആണ്. എന്തോ ചെയ്യാൻ പോണേ? വേറെ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അത് തെറ്റായി പോകും. ഞങ്ങൾ സാമ്പാറിൽ ഏറ്റവും കൂടുതൽ കിടന്ന് അടികൂടുന്ന സാധനമാണ് ദിസ് വൺ, പൊട്ടറ്റോ. വേണ്ട, കൂടിപ്പോയ ഇന്നിവിടെ ഷെല്ലാക്രമണം നടക്കും ഗൈസ്. അതുകൊണ്ട് കുറച്ചിടുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. രാവിലെ ഭയങ്കരമായിട്ട് പൊങ്ങിയായിരുന്നു മാവ്. മാവിന് നമ്മൾ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന നാളെയും മറ്റന്നാളും ഒക്കെ ഇനി ദോശ തന്നെയാണ്. ഒരു ദോശ പരമ്പരയാണ് ഇനി ഒരാഴ്ചത്തേക്ക്. എന്തോ മുകളിൽ നിന്നും താഴെ നിന്ന് എല്ലായിടത്തും അതങ്ങനെ തറയെ വീട് നിന്നെ ഞാൻ ഇവിടിട്ട് ചവിട്ടി കൂട്ടും. അത് ഷോർട്സിനുള്ളത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ ഞാനാണ് ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നതാണ്. എങ്ങനെ കഴിയുന്നു സാധിക്കുന്നു ഇയാൾക്ക് ഇതൊക്കെ? അല്ലെങ്കിൽ തട്ടിൽ എണ്ണ വെട്ടി മാവൊഴിക്കുന്ന ഞാനല്ലേ കാജല്? അല്ല ഗൈസ്, കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ചെയ്ത ജോലിയാണ്. അവള് എന്തുവാ സാമ്പാർ ഉണ്ടാക്കുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. എന്റെ വിട്ടിട്ട് പട്ടിപ്പടിയാണ് ഗൈസ്. മാവ് സൂപ്പറായിരുന്നു, പക്ഷെ ഉപ്പിടാൻ മറന്നുപോയി. കുഴപ്പമില്ലായിരിക്കല്ലേ, ഇനി തിരിച്ചു വയ്ക്കാന്നൊക്കെ പറയാം. കണ്ട, അവനവ സ്ഥിരം ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഉപ്പിടാനൊക്കെ എനിക്ക് വയ്യ. എപ്പോഴെങ്കിലും ഇട്, അത് ഇനി തിരിച്ചൊന്നും എടുക്കണ്ട. അങ്ങനെ അങ്ങ് പോട്ട്. പകരം സാമ്പാറിൽ ഇത്തിരി ഉപ്പ് കയറ്റാം. എന്നിട്ട് നമുക്ക് കുഴച്ചടിച്ച് കഴിക്കാം. ഞാൻ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കുക്കറിലോട്ട് ഇടുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോണം, മറക്കരുത്. ഓക്കെ, സാമ്പാറിന് വേണ്ട ഏറ്റവും അത്യാവശ്യ ഘടകങ്ങളൊന്നും കായ. ഇനി അതിട്ടെന്നും പറഞ്ഞ് ക്രെഡിറ്റ് മുഴുവൻ കട്ടക്കായം കട്ട് ചെയ്യാൻ പ്രത്യേക സ്കിൽ ആവശ്യമാണ് കായ. കട്ടക്കായം കട്ട് ചെയ്യാൻ ഇതും കൂടെ മതിയോ? വേണോ? മതി. അഥവാ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കായ ഇടാം. മതിയോ? ഉറപ്പാണോ? നീ വേണ്ടല്ലേ? വേണ്ടല്ലോ. മുളക് പൊടി പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. സാമ്പാർ റെഡി ആവട്ടെ. അടുപ്പത്ത് ഇഡ്ഡലിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ്, എക്സാക്റ്റ് 10:45. കാപ്പി ഇതുവരെ ആയില്ല. സാമ്പാറിൻ്റെ
പരുവം എല്ലാം ആയി. അതിനുള്ള കടുകോറൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇഡ്ഡലി ദേ അവിടെ ആയി ഇളക്കി ഞാൻ ദേ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി സാമ്പാറും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഇന്ന് നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി കാജു. സാമ്പാർ ഉണ്ടാക്കാൻ നിന്നുകൊണ്ടാണ്. ഇവിടെ ദോശപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഞായറാഴ്ചയല്ലേ, ഭയങ്കര വിഭവസമൃദ്ധമാക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ലേറ്റായത്. ഞങ്ങൾ എണീക്കാനും ലേറ്റായി. അതുകൊണ്ട് ഉച്ചയ്ക്ക് നമുക്ക് 3 മണിക്ക് കഴിച്ചാൽ മതി. 1 2 3 4 5 ഡി 5 മതിയാ? അതാ കൂടുതലുള്ളൂ ഗായ്സ്. അവൾ ആദ്യം 5 എണ്ണം എടുക്കും, പിന്നെ എക്സ്ട്രാ എടുത്തോണ്ടിരിക്കും. അവളൊരു മാന്യാണ്. ഇവിടെ പറ്റ അതെങ്കിൽ പറയണം. എൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത് ഇങ്ങനെ ഉടച്ച് വച്ചിട്ട് ഇതേപോലെ വിയേർഡായിട്ടുള്ള ആചാരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഓക്കെ. പണ്ട് എന്നെ ഇത് പഠിപ്പിച്ചത് കുളിവീട്ടിലൊരു അപ്പനാണ്. എനിക്ക് കുളിയിടൽ ഭയങ്കര ഇഷ്ടമാണ്. കുളിക്ക് പോയപ്പോൾ ഇങ്ങനെ കിള്ളി ഇരുന്ന് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ കഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. നല്ല കുഴകിടാതിരിക്കും. അതിനകത്ത് കുറെ വന്നല്ലോ ഉരുളൻകിഴങ്ങ്. ഇതിനകത്ത് ഒരെണ്ണേ വന്നോളല്ലോ. അടുക്കള അടക്കതൊക്കെ വല്ല കഴിഞ്ഞിട്ട് റസ്മോട് കഴിഞ്ഞിട്ട് ഇനി വന്ന് വൃത്തിയാക്കാൻ കിടക്കുന്നതാണ്. പാത്രങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ക്ലീൻ ദിസ് മെസ്. മീൽസ് പ്രിപ്പറേഷൻ കണ്ടിന്യൂ. പാത്രങ്ങളെല്ലാം കഴുകി ഒരു സൈഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് ബീഫും പയറുതോരനും കിഴങ്ങ് അതുമാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാജൽ സ്റ്റിൽ റെസ്റ്റിലാണ്, ബെഡിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങാനും ഫോൺ നോക്കിയാലുള്ള പ്രശ്നം. കിഴങ്ങ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാമെന്ന് വിചാരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പരിചയമില്ലാത്തൊരു പരിപാടിയാണ്. ഈ കിഴങ്ങ് ക്ലീൻ ചെയ്യുക, അത് കൊത്തി നോക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരം വയ്ക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. നാട്ടിലാണെങ്കിലും ഇത് കുഞ്ഞമ്മയോ അമ്മയങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നല്ല കിഴങ്ങാണെന്ന് തോന്നുന്നു. കിഴങ്ങ് നല്ല സുന്ദര കുട്ടപ്പനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കൊത്താൻ നല്ലത് കാജലാണ്, പക്ഷേ ഇത് ഞാൻ തന്നെ കൊത്താം. കൊത്തിയരിഞ്ഞു. ഇതിൻ്റെ ടോക്സിക് കണ്ടൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാനാണ് മാസ്റ്റർ ഷെഫ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴുകിയിട്ട് ഈ ഊറ്റുന്ന കാര്യം ഭയങ്കര പാടുള്ള കാര്യമാണ്. ഈ കൈ വെച്ച് മറ്റേ അമ്മമാരൊക്കെ ഊറ്റുന്നത് പോലെ പറ്റത്തില്ല. സോ മോസ്റ്റ് ഓഫ് ടൈം ഐ യൂസ് ദിസ്. സ്ട്രെയിൻ ചെയ്ത് എടുത്താൽ മതിയല്ലോ. വിളിക്കും, അപ്പ വന്നാൽ മതി. കൊത്തി അരിഞ്ഞു ഇത് പഠിപ്പിക്കാൻ പോവുകയാണ്. മെയിൻ കോഴ്സ് അരിയിടാൻ പോവുകയാണ്. ഈ മിൽക്ക് മെയ്ഡിൻ്റെ പോണിയാണ് ഇവിടുത്തെ നാഴി. ഓഫ് കോഴ്സ് പല വീട്ടുകളിലും ഇതൊക്കെ തന്നെ എനിക്ക് അവസ്ഥ. ഞങ്ങൾക്കിവിടെ സ്റ്റോറേജ് സ്പേസിന് ഇഷ്യൂ കാരണം നമ്മൾ അരിയും പച്ചരിയൊക്കെ മേടിച്ചിട്ട് ഈ കവറുകളിൽ തന്നെ കീപ്പ് ചെയ്യും. എന്നിട്ട് ഇതേപോലത്തെ ഒരു ക്ലിപ്പുണ്ട്, എന്നിട്ട് ചെയ്തങ്ങ് വയ്ക്കും. എയർ ടൈറ്റ് ആയിട്ടിരുന്നോളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗൈസ്, ഞാൻ ചെയ്യുന്ന മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ എന്ന് ഇവിടെ പരാതി. തുടങ്ങിയത് ഞാനാണ്, വീഡിയോ എടുത്ത് തുടങ്ങിയത് ഞാനാണ്. എന്നിട്ട് അവളെ കഷ്ടപ്പാടിനൊരു വിലയില്ല എന്നാണ് അവൾ പറയുന്നത്. ഗൈസ്, കൊച്ചുള്ളി പാകം തൊലിച്ച് ഇപ്പം അരിയുന്ന്. വെളുത്തുള്ളി എത്തിയിടി. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം അതിനകത്തുണ്ട്. അരിയുന്നുണ്ട് കേട്ടോ. കണ്ടല്ലേ എൻ്റെ കുഞ്ഞുകുന അരിയുന്നു. അയ്യോ എന്തൊരു രസം. ഒരാൾ തളർന്നു കിടപ്പായി. നമ്മളിനി ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കറി
സാധനം, സൂപ്പർ സാധനം. കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാ കിടിലം ബീഫ് കറി. എനിക്ക് ചിക്കനേക്കാളും ബീഫാട്ടോ കുറച്ചുകൂടെ ചേരുന്നത് ഉണ്ടാക്കാൻ. കഴിക്കാൻ പോവാണ് കേസ്. മുട്ട പൊരിക്കായിരുന്നു എന്തിനീ? അല്ലെങ്കിൽ എന്നും ചമ്മന്തിയും ചോറും പുളിശ്ശേരിയും തോരനും കൂട്ടി തിന്നോണ്ടിരുന്ന ആൾക്ക് ബീഫും ചീനിയും വെച്ചപ്പോഴത്തേക്ക് ആർപ്പാടം കൂടുതൽ. ബീഫ് കുറെ നേരമായിട്ട് വായിക്കാത്തിട്ട് ചവയ്ക്കാൻ മേല. എനിക്ക് കഴിക്കണ്ട. സൂപ്പർ സാധനം. അങ്ങനെ ഊണ് കഴിഞ്ഞു. വളരെ ഗംഭീരമായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി റെസ്റ്റ് എടുക്കാൻ പോവേണം. ഇതൊന്നും ഇതിനകത്ത് വരത്തില്ല. ചെറുതായിട്ട് വേവ് കുറവുണ്ടായിരുന്നു, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഞാൻ 13 വിസിൽ അടുപ്പിച്ചതാണ് ഗൈസ്. എന്നിട്ട് ഇച്ചിരി ചെറുതായിട്ട് വേവാനുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നോട്ടെ. എന്തെങ്കിലും കാര്യമായിട്ട് പറ്റുമെങ്കിൽ മഹാരാജ് ഗ്രൗണ്ടിൽ പോയി 2 റൗണ്ട് ഓടണം, എന്നാലും ദഹിക്കുമെന്ന് തോന്നില്ല. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ പോയി. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. എനിക്കിതുവരെ ബീഫ് ദഹിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര രീതിയിലൊരു ചായ കുടിക്കണം. ആ ചായ ആയിട്ട് വിളിച്ചാൽ മതി. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ദിവസം. ഞങ്ങളുടെ ഒരു സൺഡേ കഴിഞ്ഞ് നാളെ മുതൽ ജോലിക്ക് പോകും. അപ്പം ദിസ് ഈസ് അവർ ഹോൾ സൺഡേ എന്ന് പറയുന്നത് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പോയി കിടന്നുറങ്ങുക. സമയം ഏകദേശം 11 മണിയായിരിക്കുന്നു. അപ്പോൾ ഈ സൺഡേ ഞങ്ങളോട് സ്പെൻഡ് ചെയ്ത നിങ്ങൾക്കും ഗുഡ് നൈറ്റ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. Bye bye. Bye.